ഞാൻ MT പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഇവിടെ കോഴിക്കോട്ട് ഒരു ഇൻകം ടാക്സ് ഓഫീസർ, അപ്പോൾ അദ്ദേഹം പലവട്ടം MTയെ വന്ന് കണ്ടു. എന്താണ്, അയാളുടെ ഒരു കഥ മാതൃഭൂമി വീക്കിൽ അച്ചടിക്കണം. അയാൾ പല തരത്തിൽ ആളെ കൊണ്ട് ശുപാർശ പറയിച്ചു, വന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞു ഒക്കെ പറഞ്ഞു. MT കൊടുത്തില്ല. അയാൾ ചെയ്തത് പിന്നെ MTക്ക് ഇൻകം ടാക്സുകാരുടെ നോട്ടീസ് അയപ്പിക്കുക. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യം പറഞ്ഞ് MTയെ അങ്ങേയറ്റം അയാൾ കഷ്ടപ്പെടുത്തി. പക്ഷേ അതുകൊണ്ടൊന്നും MT വഴങ്ങിയില്ല. MT അയാളുടെ കഥ ഒരിക്കലും കൊടുത്തില്ല. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ MTയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മധ്യവയസ്ക അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് തല വെച്ച് ഏങ്ങി ഏങ്ങി കരയാണ്. ഞാൻ സ്തബ്ധനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരശ്ശേരി ഇരിക്കൂ എന്ന് പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ ഈ സ്ഥലത്ത് തല വെച്ച് അവർ പുറത്തേക്കാണ് പോയി. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്നില്ല, അതിങ്ങനെ ഇരിക്കുക. അപ്പോൾ MT ഒന്ന് ഏങ്കോണിച്ച് ചിരിച്ചു, പതിവ് പോലെ. എന്ന് വെച്ചു, എന്താ സംഭവം എന്ന് മനസ്സിലായോ? അവന് മനസ്സിലായില്ല. അപ്പോൾ അവരുടെ പേര് പറഞ്ഞു. അവരെന്നെ നാട്ടുകാരത്തിയാണ്, എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഭാര്യയാണ്. അവർ ധാരാളം കഥകൾ എഴുതി അയച്ചു. ഞാൻ ഈ കഥകളൊക്കെ വായിച്ചു. അതൊന്നും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കൊടുക്കാവുന്ന നിലവാരമില്ല എന്ന് പറഞ്ഞ് അവർക്ക് കൃത്യമായിട്ട് മറുപടി എഴുതി അയച്ചു. ഇന്നെന്ന മാതിരി മാറ്റി എഴുതണം, ഇന്നെന്ന പുസ്തകങ്ങൾ വായിക്കണം, ഇന്നെന്ന മാതിരി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു ജീവിതാഭിലാഷമാണ് ഒരു കഥ മാതൃഭൂമിയിൽ അടിച്ചു വരണം, അത് കണ്ടിട്ട് മരിച്ചാൽ മതി എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് അവർ കരഞ്ഞു. എന്താ പറയുന്നത്, വാസുവേട്ടന് എങ്ങനെയെങ്കിലും എൻ്റെ ഒരു കഥയെങ്കിലും മാതൃഭൂമിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടെ നിന്ന് കരഞ്ഞു. കാരശ്ശേരി അല്ല ഈ മുറിയിലേക്ക് വന്നതെങ്കിൽ എന്തിനാണ് അവർ കരഞ്ഞതെന്ന് ഞാൻ പറയണം. ഇനിയിപ്പോൾ അവർ എന്തിന് കരഞ്ഞു, ഞാൻ അവരോട് എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്ന് അവരെന്ത് പറഞ്ഞാലും ആൾ വിശ്വസിക്കും. ഇതാണ് എൻ്റെ സ്ഥിതി. ഞാൻ പത്രാധിപരാണ്, തിരക്കഥാകൃത്താണ്, സിനിമാ സംവിധായകനാണ്, തുഞ്ചൻപറമ്പിൽ ചെയർമാനാണ്, കുറച്ചു കാലം സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആളുകൾക്ക് എന്നെക്കൊണ്ട് 100 ആവശ്യങ്ങളുണ്ട്. എന്നെ സ്നേഹിച്ചിട്ടല്ല, അവർക്ക് അവരുടെ സ്വാർത്ഥത്തിനാണ്. അവർക്ക് അവരെ കൊണ്ട് അപ്പോൾ പ്രസംഗിക്കാൻ നിരന്തരം വിളിക്കാൻ. എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം പറയാം, എനിക്കങ്ങനെ താല്പര്യമില്ല. മാത്രമല്ല, എനിക്ക് ഫെബ്രുവരി 10 ഒരു മീറ്റിങ്ങിന് ഏറ്റാൽ ഫെബ്രുവരി 10 എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പണികൾ മാറ്റിവെച്ച് പ്രസംഗിക്കാൻ നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ നടന്നിരുന്നു അഴീക്കോട് മാഷ്. അത് കുറ്റമല്ല, അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. എൻ്റെ ജോലി കഥ എഴുതലോ തിരക്കഥ എഴുതലോ പത്രം എഡിറ്റ് ചെയ്യലോ ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ജോലിക്ക് ആളുകൾ എന്നെ വിടാത്ത തരത്തിൽ എന്നെ കഷ്ടപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ഒരു കല്ലിച്ച മുഖമായിട്ട് ഈ കളിയും ചിരിയും കുറഞ്ഞ ഒരാളായിട്ട് ഇരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ സഫാരി പ്രേക്ഷകരോട് എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു തമാശ ഞാൻ പറയാം. ഇന്ത്യ വിഷൻ ചാനലുകാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എഴുത്തുകാരൻ്റെ ദേശം എന്നുള്ള പരമ്പരയിൽ MT വാസുദേവൻ നായരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യണം. 2 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുടികുന്നത്ത് കാവിൽ, അതുപോലെ മലമക്കാവ് ഹൈസ്കൂളിൽ, അതുപോലെ കൂടല്ലൂർ, നിളാതീരത്തൊക്കെ നടന്നിട്ട് പോകണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. എന്താ, ഇതിങ്ങനെ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഞാൻ ക്യാമറ തുറന്നു വെച്ചിരിക്കുമ്പോൾ നിളയുടെ തീരത്ത് നിന്ന് ഞാൻ MT വാസുദേവനെ പള്ള കിക്കിളിയാക്കിയിട്ട് ഓടിക്കളയും. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്ന അതിനകത്ത് വരും. അയ്യോ മടങ്ങം ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിരിക്കും. കാരണം MT ചിരിക്കുന്ന ഒരു രംഗം എവിടെയെങ്കിലും വേണ്ടേ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, നിങ്ങൾ ക്യാമറ തുറന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പള്ള കിക്കിളിയാക്കിയിട്ട് ഞാൻ ഓടും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെ കട്ടത്തിലാക്കരുത്, അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്, മാഷക്ക് അറിയാലോ എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞേ ഉള്ളൂ, ഞാനത് ചെയ്തില്ല. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിന് ചാനവീടും കിട്ടിയ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ മാതൃഭൂമിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, നരസിംഹറാവു, നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ പറ്റി MTയെ പറ്റി ഒരു പരാതിയുണ്ട്, എന്താ പരാതി, ചിരിക്കുന്നില്ല, എന്താ ചിരിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിരി കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അങ്ങനെ കളിയും ചിരിയുള്ള ആളല്ല, അമ്മയും കളിയും ചിരിയുള്ള ആളല്ല. പിന്നെ അവിടെ ദാരിദ്ര്യം, ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതൊക്കെ വളരെയധികം ഗൗരവമുള്ള കാര്യങ്ങളാണ്. എൻ്റെ പാരമ്പര്യത്തിലോ എൻ്റെ കുടുംബാന്തരീക്ഷത്തിലോ അങ്ങനെ കളിയും ചിരിയൊന്നുമില്ല. അതുകൊണ്ട് ചിരി കുറഞ്ഞൊരാളായിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ പ്രകൃതം അങ്ങനെയാണ്, എൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പക്ഷേ ചിരിക്കുന്ന എഴുത്തുകാരെ ഒക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഷീറിലെ ഏറ്റവും അധികം ചിരിയാണല്ലോ. അപ്പോൾ ചിരി ആസ്വദിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമായിട്ട് ചിരി എഴുത്തിലോ സിനിമയിലോ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒരു ചെറുപുഞ്ചിരി എന്നുള്ള സിനിമയ്ക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രീരമണ എന്നുള്ളൊരു തെലുങ്ക് സാഹിത്യകാരൻ്റെ കഥ എടുക്കുക ചെയ്ത്. പിന്നെ അപ്പോൾ എം ടിയുടെ ചില സിനിമകളിലൊക്കെ ഇത്തരം രംഗങ്ങളുണ്ട്, തീരെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിർമ്മാല്യത്തിലൊരു രംഗം എല്ലാവരും ഓർക്കുന്ന ഒരു രംഗം ഞാൻ പറയാം. അപ്പോൾ സുരാസു അതിലെ ആ പെൺകുട്ടിയെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അവളെ എന്തോ വേണ്ടാത്ത ചെയ്യാൻ പോവാണ്. അപ്പോൾ അവളൊരു സ്ഥലത്ത് വീണപ്പോൾ സുരാസു ചോദിക്കുന്നുണ്ട്, ഒരു ബീഡി തരുമെന്ന്. നമ്മൾ ചിരിച്ചു പോകുന്ന രംഗമാണ്. ഇങ്ങനത്തെ രംഗങ്ങളുണ്ട് അപൂർവമായിട്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ അങ്ങനത്തെ രംഗങ്ങളുണ്ട്. പക്ഷെ പൊതുവേ അദ്ദേഹം ഒരു ഗൗരവക്കാരനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനുഷ്യപ്പറ്റില്ല എന്നോ അദ്ദേഹം ആളുകളെ സ്നേഹിക്കുന്നില്ല എന്നോ ആളുകളെ സഹായിക്കുന്നില്ല എന്നോ ഒന്നും അതിന് അർത്ഥമല്ല. അദ്ദേഹത്തോട് അടുത്ത് പെരുമാറിയ ആളുകൾക്കറിയാം അദ്ദേഹം ആളുകളെ പരിഗണിക്കുകയും അവർക്ക് സഹായവും സഹകരണവും കൊടുക്കുകയും കാശ് തന്നെ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന എത്രയോ അനുഭവം അദ്ദേഹത്തിൻ്റെ പരിചയത്തിലും കുടുംബത്തിലുള്ള ആളുകളെ സഹായിച്ച കാര്യങ്ങൾ എനിക്കറിയാം. ഇപ്പോൾ വ്യക്തിപരമായിട്ടാണെങ്കിൽ എന്നെ സാഹിത്യ അക്കാദമി മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്ത എം ടി ആണ്. തുഞ്ചൻ പറമ്പിൽ ആ ട്രസ്റ്റിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്ത എം ടി ആണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടല്ല, അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടാണ്. അങ്ങനെ പലരും അദ്ദേഹം ആ തരത്തിലൊക്കെ പല തരത്തിൽ പല സ്ഥലത്ത് അദ്ദേഹം ആളുകളെ കയറ്റി വിടാറുണ്ട്. അത് പലപ്പോഴും അവരറിഞ്ഞു തന്നെ വരില്ല. അദ്ദേഹം ഒരിക്കലും അത് പറയുകയോ ഭാവിക്കുകയും ചെയ്യില്ല. ആ തരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തെപ്പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം എന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളിൽ നിന്ന് അകന്നിരിക്കുന്നത് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത് പെരുമാറിയ എല്ലാ ആളുകൾക്കും ഇത് അനുഭവപ്പെട്ടിരിക്കണം. അത്രയധികം ആളുകൾ അടുത്ത് പെരുമാറാത്തതുകൊണ്ടാണ് എം ടി ഇങ്ങനെ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത മുഖവുമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കാൻ ഇടയാവുന്നത്. എം ടി മഹാഭാഗ്യവാനാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് സത്യമാണ്. ഇത്രയധികം അവസരാനുകൂല്യങ്ങൾ കിട്ടിയ ആളുകളില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ലോക ചെറുകഥാ മത്സരത്തിൽ സമ്മാനം കിട്ടി. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം അന്നത്തെ മാതൃഭൂമിയുടെ വീക്കിലിയുടെ സബ് എഡിറ്ററായി. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ട് ഒന്നാമത്തെ നോവലിൻ്റെ അവാർഡ് തകഴിക്ക് കിട്ടി. തൊട്ടടുത്ത കൊല്ലം എം ടിക്ക് കിട്ടുക. അങ്ങനെ അനവധി സിനിമാ രംഗത്താണെങ്കിലും പത്രപ്രവർത്തനത്തിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഏത് രംഗത്ത് തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് അദ്ദേഹത്തെപ്പറ്റി എല്ലാവരും പറയാറുണ്ട്. വളരെ ഭാഗ്യവാനായി, യാതൊരു സംശയമില്ല. അതിലൊന്നും ആരും തർക്കിക്കില്ല. ഇന്നിപ്പോൾ നമുക്ക് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു സ്ഥാനപതി, ഒരു അംബാസഡർ എന്ന് വിചാരിക്കാവുന്ന ഒരാൾ എം ടിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, പൊതുവെ അറിയാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും എന്തെങ്കിലും ഒന്ന് എഴുതാൻ അദ്ദേഹത്തിന് വലിയ പരിഭ്രമമാണ്. എത്ര വട്ടം എഴുതിയത് മാറ്റി എഴുതാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഒരു കഥയോ തിരക്കഥയോ എഴുതാൻ വേണ്ടി ഏത് അളവിൽ വായിക്കാനോ പഠിക്കാനോ ഗവേഷണം നടത്താനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ നേരിട്ട് അറിയുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് വ്യക്തമാവും. ഇപ്പം ദയ എന്ന പെൺകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബാലസാഹിത്യമുണ്ട്. ഇതിൽ നിന്നാണ് ദയ എന്നൊരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ സിനിമ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. കാരണം അത് അറേബ്യയിലാണ് ആ കഥ നടക്കുന്നത്. അപ്പോൾ ഒരു അറേബ്യൻ പെൺകുട്ടി മദ്യം വിളമ്പുന്നു, ഡാൻസ് ചെയ്യുന്നു, മദ്യം കഴിക്കുന്നു എന്നൊക്കെ വന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടിയാണത് എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും അത് വലിയ വിവാദമാവും. ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ മദ്യപന്മാരുടെ കൂടെ മദ്യപിച്ചു എന്നോ അല്ലെ അവർക്ക് മദ്യം വിളമ്പിയെന്നോ അവരുടെ മുമ്പിൽ നൃത്തമാടിയെന്നോ ഒക്കെ വന്നാൽ വിവാദം ഉണ്ടാകാൻ വേറൊന്നും വേണ്ട. എം ടി എന്ത് ചെയ്യുന്നറിയാം, ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിലാണ് ഈ കഥ നടക്കുന്നത് എന്ന് സങ്കല്പിച്ചു. എന്നിട്ട് ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യ എങ്ങനെയാണ്, അവരുടെ ആചാരമര്യാദകൾ, അവരുടെ ഭക്ഷണം, അവരുടെ വേഷം, അവരുടെ സമ്പ്രദായങ്ങൾ മുഴുവൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് അദ്ദേഹം ദയ എന്നുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. അത് ഇവിടുത്തെ സാധാരണ ഒരു തിരക്കഥാകൃത്തിന്
ഓടുന്ന ഒരു ആശയമല്ല. അങ്ങനെ ഓടിയാൽ തന്നെ മനസ്സിലങ്ങനെ ഒരു സംഭവം വന്നാൽ തന്നെ ആ തരത്തിൽ അധ്വാനിക്കാൻ ഒരാൾ തയ്യാറാവില്ല. ഞാൻ അമ്പരന്ന് പോയൊരു രംഗം വേറെ പറയാം. വെട്ടൂർ രാമൻ നായർ മരിച്ചുപോയി, പ്രസിദ്ധനായ നോവലിസ്റ്റ്. അദ്ദേഹം സഹൃദയ എന്ന പേരിൽ ഒരു പബ്ലിക്കേഷൻ തുടങ്ങി. അപ്പോൾ എം ടി ആയിട്ട് വലിയ സൗഹൃദമാണ്. എം ടിയുടെ ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എം ടി എന്തെങ്കിലും ഒരു പുതുമയുള്ള സാധനം വെട്ടൂരിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് എം ടി ആലോചിച്ചത്, അദ്ദേഹത്തിൻ്റെ 4 തിരക്കഥകൾക്ക് ദേശീയ സമ്മാനം കിട്ടിയിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേശീയ പുരസ്കാരം നേടിയ 4 തിരക്കഥകൾ ഒന്നിച്ചു കൂട്ടി ഒരു പുസ്തകമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെട്ടൂർ അത് അനൗൺസ് ചെയ്തു. ഭയങ്കരമായി ആളുകൾ ശ്രദ്ധിച്ചു, ബുക്കിങ്ങൊക്കെ ഉണ്ടായി. പക്ഷേ മാറ്റർ കൊടുക്കാൻ നേരത്ത് ഓരോന്നായിട്ട് കൊടുക്കുമ്പോൾ സതയം എന്നുള്ള സിനിമയുടെ തിരക്കഥ നോക്കിയിട്ട് കാണാനില്ല, എവിടെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ അവസാനം എം ടി ആലോചിച്ചിട്ട് മനസ്സിലാക്കി അത് ഒരു സംവിധായകൻ്റെ കൂടെയുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഡയറക്ടറെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ സാർ എൻ്റെ കയ്യിൽ അതില്ല, അത് ഈ അസോസിയേറ്റിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റിൻ്റെ കയ്യിൽ അത് കണ്ട ഓർമ്മ എം ടിക്കുണ്ട്. അപ്പോൾ അയാളെ ബന്ധപ്പെട്ടപ്പോൾ വേറെ ആരോ വിളിച്ച് അദ്ദേഹത്തെ വിളിച്ചോ, അദ്ദേഹം പറഞ്ഞു ഞാനത് അന്ന് തന്നെ എം ടിക്ക് മടക്കി കൊടുത്തു. പിന്നെ ഒരു രക്ഷയില്ല, അതിന് കാർബൺ കോപ്പിയില്ല, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വെച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ആരും പോട്ടെ 3 എണ്ണം മതി എന്ന് വയ്ക്കും. എം ടി എന്താ ചെയ്തതെന്നറിയാം, ഒരു കാസറ്റ് ഈ മറ്റേ എന്താണ് ഇതിൻ്റെ വീഡിയോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വീട്ടിൽ ടെലിവിഷനിൽ അത് ഇട്ടിട്ട് ഓരോ ഇഞ്ചും നോക്കി നോക്കി വീണ്ടും ആ തിരക്കഥ എഴുതി. അത്രയും ക്ഷമ, അത്രയും അധ്വാനം വേറൊരാൾക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഇത്രയും സുസമ്മതനും സുപ്രസിദ്ധനും വൃദ്ധനും ആയ ഒരാൾക്ക് ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ ആഴം കാണിക്കുന്നത്. കാരണം അത് ആ ഒരു വിൽ പവർ, ആ ഒരു ഇച്ഛാശക്തി. കാരണം ആ 4 പുസ്തകം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. അപ്പോൾ എന്ത് വേണം, ഈ സിനിമകൾ നോക്കി ഓരോ ഫ്രെയിമും നോക്കിയിട്ട് എഴുതുകയാണ് അദ്ദേഹം. ആ ഡയലോഗൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും, പക്ഷേ അത് നോക്കി 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 ഇങ്ങനെ റിമോട്ട് കൺട്രോൾ വെച്ച് എഴുതി അങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടാണ് ഇത് കൊടുത്തത്. ഇത് എം ടി തന്നെയാണ് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം എം ടിയുടെ മാതിരിയുള്ള ഒരാൾക്കില്ല. അത് വേറൊരാളെ ഏൽപ്പിക്കാം, അത് ഏൽപ്പിക്കില്ല. കാരണം അതിൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ കൃത്യത, അതിൻ്റെ നിഷ്ഠ അദ്ദേഹത്തിനുണ്ട്. അതങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ വേറൊരു രംഗം, അദ്ദേഹത്തിൻ്റെ അവാർഡ് കിട്ടിയ ചെറുകഥയാണ് വളർത്തുമൃഗങ്ങൾ. അതൊരു സിനിമയാവുന്നു. അപ്പോൾ ആ സിനിമയുടെ തിരക്കഥയായി. അപ്പോൾ അതിന് അദ്ദേഹം പാട്ടെഴുത്തുകാരനായിട്ട് അതിന് നിശ്ചയിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ പാട്ട് എഴുതാനും അതിൻ്റെ സംഗീതം കൊടുക്കാനും അത് ചർച്ച ചെയ്യാനൊക്കെ കൂടിയായിട്ട് കോഴിക്കോട്ട് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ആളിലൊക്കെ വന്നു. അപ്പോൾ വൈകുന്നേരം എത്തിയിട്ട് കൂടി രാത്രിയും പിറ്റേന്ന് രാവിലെയും പകലോ കൂടിയായിട്ട് രാത്രി കൂടിയായിട്ട് തീർക്കാനാണ് വെച്ചത്. അപ്പോൾ യൂസഫ് അലി അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട അടുത്ത ഏതോ കുടുംബത്തിലെ അംഗത്തിൻ്റെ വിവാഹ നിശ്ചയം. അപ്പോൾ അതിന് അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇന്ന് എന്തായാലും വരാൻ പറ്റില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞാൽ ഈ സംഗീത സംവിധായകന് പോകണം, ഷെഡ്യൂൾ മുഴുവൻ, ടൈം ടേബിൾ മുഴുവൻ തെറ്റും. അപ്പോൾ എം ടി പറഞ്ഞു, ശരി ഞാൻ വേറെ നോക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ യൂസഫ് അലിയെ ഒഴിവാക്കി. അദ്ദേഹത്തിന് വിഷമം വേണ്ടെന്ന് വെച്ചിട്ട് പോട്ടേന്ന് വിചാരിച്ചു. പിന്നെന്തുണ്ടായെന്നറിയോ, അന്ന് രാത്രി ഇരുന്ന് 4-5 പാട്ട് എം ടി ഒറ്റക്ക് എഴുതി. അദ്ദേഹം അതിനു മുമ്പ് പാട്ടെഴുതി വരും നമുക്കറിയില്ല.
അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് പാട്ട് എഴുതുക അതും എഴുതിയിട്ടുണ്ട്. കാരണം അന്ന് ഏതെങ്കിലും ഒരാളുടെ പിന്നാലെ പോയിട്ട് കയ്യും കാലും പിടിച്ച് ഒരു പാട്ട് എഴുതിക്കാൻ വയ്യ, പാട്ട് തനിക്ക് എഴുതാമെന്ന് വിചാരിച്ചു. ഇതാണ് MT വാസുദേവൻ നായരുടെ സ്വഭാവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംശം. അദ്ദേഹം ഒന്ന് വിചാരിച്ചാൽ അന്ന് രാത്രി അതിൻ്റെ പണി തീർത്തു. അതായത് ആ പാട്ട് എഴുതുന്നതിൻ്റെയും അത് ചിട്ടപ്പെടുത്തുന്നതിൻ്റെയും പണി അന്ന് തീർത്തു. വേറെ ഒരു പാട്ടെഴുത്തുകാരൻ തിരിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് താൻ എഴുതുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു അംശമുള്ളത് കൊണ്ടാണ്, ഈ അളവിലുള്ള ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ്, ഇങ്ങനെ ഏത് അളവിലും കഷ്ടപ്പെടാം, അധ്വാനിക്കാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അളവിലുള്ള വിജയം കൈവരുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതായത് ഞാൻ പറയുന്നതാണ്, അദ്ദേഹത്തിന് വലിയ സിദ്ധികളുണ്ട്, ഒരു സംശയമില്ല, യാതൊരു സംശയമില്ല. വളരെ സിദ്ധികളുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അദ്ദേഹം എഴുത്തുകാരനാണ്, അതിനെപ്പറ്റി ആർക്കും സംശയമില്ല. പക്ഷേ ആ സിദ്ധിയുടെ കൂടെ ഒട്ടും കുറയാത്ത അളവിൽ സാധന ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം വെറും ഭാഗ്യത്തിൻ്റെയോ അവസരത്തിൻ്റെയോ സിദ്ധിയുടെയോ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെയും കഠിനമായ അധ്വാനത്തിൻ്റെയും വാസ്തവമായ വിനയത്തിൻ്റെയും ഒരു ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും എന്തെങ്കിലും ഒന്ന് എഴുതാൻ വരുമ്പോൾ അദ്ദേഹത്തിന് പരിഭ്രമമാണ് എന്ന് എനിക്കറിയാം. കാരണം താൻ എഴുത്തുകാരനാണ്, താൻ അങ്ങോട്ട് ഇരുന്ന് എഴുതിയാൽ മതി എന്നൊരിക്കലും MT വിചാരിക്കാറില്ല. അത് എഴുതാനിരുന്നാൽ അത് കിട്ടുമോ നേരെയാവുമോ എന്നുള്ള പരിഭ്രമം, ഇപ്പോഴും ഹൈസ്കൂൾ ക്ലാസ്സിൽ കഥ എഴുതുന്ന ഒരു കുട്ടിയുടെ പരിഭ്രമം അദ്ദേഹം എഴുതാനിരിക്കുമുണ്ട്. അത് കാണിക്കുന്നത് അദ്ദേഹം എത്ര വലിയ സൂക്ഷ്മതയുള്ള ആളാണ്, എത്ര വലിയ പെർഫെക്ഷനിസ്റ്റാണ്, എത്ര അളവിൽ വിനീതനാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം തൻ്റെ എഴുത്തിനോട് സത്യമായ വിനയമുള്ള ഒരാൾ, തൻ്റെ എഴുത്തിൻ്റെ സത്യാത്മകത, കാരണം തനിക്ക് ഇത് വശകമാണ്, താൻ അങ്ങോട്ട് ഇരുന്നാൽ നേരെയാവും എന്ന് അദ്ദേഹം അതിനെ എടുത്തിട്ടേയില്ല. അത് തൻ്റെ മുകളിലിരിക്കുന്ന ഒരു സാധനമാണ്, താൻ അതിൻ്റെ താഴെയാണ്, തനിക്കത് കിട്ടിയെങ്കിൽ നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആ അളവിലാണ് അദ്ദേഹത്തിൽ ഒരു വിശ്വാസം പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യുക്തിവാദികളുടെ സമ്മേളനം തന്നെ കോഴിക്കോട്ട്, ആ സമ്മേളനത്തിൽ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊടികുന്നത്ത് കാവൽ അമ്മ ഉണ്ട്, അതെനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ആ തരത്തിൽ ഇപ്പോൾ കൊല്ലൂർ അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ അളവിലുള്ള വിശ്വാസമുണ്ട്, അല്ലാതെ മറ്റ് തരത്തിലുള്ള ഒരു പരിധിയില്ലാത്ത ഭക്തി പ്രകടനങ്ങളിലോ അങ്ങനെയൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. എന്നാൽ തന്നെയും ആ വിനയം തന്നെ, ഈ മൂകാംബികാ ദേവിയുള്ള വിനയം തന്നെ തൻ്റെ എത്രയോ മേലെയാണ് ഈ എഴുത്ത്, ഈ സരസ്വതി എന്നുള്ള ഒരു ഉള്ളിൽ തട്ടിയ വാസ്തവമായ വിനയത്തിൻ്റെ രൂപമാണ്. ആ വിനയം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അധ്വാനിക്കാൻ സാധിക്കുന്നത്, ആ അധ്വാനം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിജയിക്കുന്നത് എന്ന് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. മോഹങ്ങളൊന്നും ബാക്കിയുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ വളരെ ചെറിയ ജീവിതം, അതിലെനിക്ക് വളരെ കുറച്ച് മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ സാധിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഭാവി പരിപാടി? അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ മാതൃകാപുരുഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹിമാനാണ്. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, വലിയ ഭക്തനായിരുന്നു, വലിയ വിശ്വാസിയായിരുന്നു. അദ്ദേഹം മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ദേശീയതയിലും വിശ്വസിച്ച ഒരാളാണ്. അത്തരം മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെക്കൊണ്ടാവും പോലെ എൻ്റെ ചുറ്റും കാണുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും എതിരായിട്ട്, അസമത്വങ്ങൾക്കും അസത്യങ്ങൾക്കും എതിരായിട്ട് പോരാടാൻ സാധിക്കണം എന്ന് മാത്രമേ എനിക്ക് ഒരു മോഹം ബാക്കിയുണ്ടെങ്കിൽ ഉള്ളൂ. അപ്പോൾ അതിന് കഥ എഴുതുകയാണ് നല്ലതെങ്കിൽ അങ്ങനെ, തിരക്കഥ എഴുതുകയാണ് നല്ലതെങ്കിൽ അങ്ങനെ, സിനിമ ഉണ്ടാക്കുകയാണ് നല്ലതെങ്കിൽ അങ്ങനെ, ഇനി ലേഖനം എഴുതുക, പ്രസംഗിക്കുക, ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുക നല്ലതെങ്കിൽ അങ്ങനെ. അതിനപ്പുറത്ത് ഈ വളരെ ചെറിയ എല്ലാ അർത്ഥത്തിലും നശ്വരവും നിസ്സാരവുമായ ഒരു ജീവിതം, ഇതിലിപ്പോൾ വേറെ നേടാനൊന്നുമില്ല. നമ്മൾ വേറെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുത്താൻ വേണ്ടി അവർ
നേരിടുന്ന എല്ലാ തരത്തിലുള്ള അനീതികൾക്കും എതിരായി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചാൽ അതൊരു ചാരിതാർത്ഥ്യമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. എൻ്റെ കയ്യിൽ അധികാരമില്ല, പണമില്ല, ഒന്നുമില്ല. നേരെ മറിച്ച് ആളുകളുടെ ഭയം അകറ്റുക എന്നുള്ളത് ചെറിയ അളവിലെങ്കിലും ഞാൻ വിചാരിച്ചാൽ സാധിക്കും. അത് മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് വാസ്തവമായും വിചാരമുണ്ട്. അപ്പോൾ നാവ് കൊണ്ട് 2 ഉപകാരമുണ്ട്. ഒന്ന് ആഹാരം കഴിക്കാം, വേറെ ഒന്ന് വർത്തമാനം പറയാം. ഇതിലേതാണ് പ്രധാനം എന്ന് എന്നോട് ചോദിച്ചാൽ വർത്തമാനം പറയലാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ സമത്വത്തിന് വേണ്ടിയോ സാഹോദര്യത്തിന് വേണ്ടിയോ എന്നെക്കൊണ്ടാവും പോലെ വർത്തമാനം പറയാം. അതിൽ വരാവുന്ന എന്ത് അപകടവും എന്ത് ആപത്തും നേരിടാനുള്ള കരുത്തുണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് എന്നെപ്പറ്റി ഒരു വിചാരമുള്ളൂ. അതിനപ്പുറത്ത് എനിക്ക് ഒരു മോഹവും ബാക്കിയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു.